Hi everyone, welcome back to Kavita Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് മോളിയാണ്. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഫിഷ് മോളി. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ റീസെൻ്റ്ലി ഒരു കഥ കേട്ടു. അതായത് പണ്ട് പോർച്ചുഗീസുകാർ വന്നപ്പോൾ കൊച്ചിയിലുള്ള ഒരു ചേച്ചി അവർക്ക് വേണ്ടിയിട്ടൊരു ഫിഷ് കറി ഉണ്ടാക്കി. അതിന് എരിവ് കൂടിപ്പോയ കാരണം അവരതിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. ആ ചേച്ചിയുടെ പേര് മോളി എന്നായിരുന്നു. അപ്പോൾ മോളി ചേച്ചി ഉണ്ടാക്കിയ കറിയെ പോർച്ചുഗീസുകാർ ഫിഷ് മോളി എന്ന് വിളിച്ചു. ഈ കഥ സത്യമാണോ എന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഈ അവസരത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് നമ്മുടെ ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയിട്ട് മിക്സ് ചെയ്യാണ്. ഇതിപ്പം 750 ഗ്രാം മത്സ്യമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ കണക്കായിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ, അരപ്പുണ്ടാക്കുന്നത്. ഇതിലിനി വേറെ വെള്ളം ഒഴിക്കണം എന്നില്ല. മത്സ്യത്തിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മതി. അതൊന്നും നന്നായി മിക്സ് ആയതിന് ശേഷം ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ്, ബാക്കി നമുക്ക് കറിയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് കാരണം അത്രയും ഇടുന്നുള്ളൂ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ദേശക്കട്ടിയുള്ള മത്സ്യം എടുക്കുന്നതാണ് ഫിഷ് മോളിക്ക് എപ്പോഴും നല്ലത്. എന്നിട്ട് നമ്മൾ ഈ മസാല എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കുറച്ച് നേരം ഇതിനെ മാറ്റി വയ്ക്കാം. നമ്മൾ ബാക്കി വെജിറ്റബിൾസൊക്കെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്ന സമയം ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടു, ഇതിൽ കറക്റ്റാണ് ഈ അളവ്. അപ്പം 1 പൗണ്ട് മത്സ്യം അല്ലെങ്കിൽ 750 ഗ്രാം, അതാണ് ആ കണക്കിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ 1 അരമണിക്കൂർ മൂടി വയ്ക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാം. ഇതേ പാത്രത്തിൽ ഇതേ ബാക്കി വന്ന എണ്ണയിലാണ് നമ്മൾ നമ്മുടെ ഫിഷ് മോളി ഉണ്ടാക്കുക. അപ്പോൾ അതിന് കണക്കായിട്ട് ഉള്ളൊരു എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഇതൊരു 1/2 മണിക്കൂറായി നല്ലോണം മാരിനേറ്റൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ഇങ്ങനെ മൊരിഞ്ഞിട്ട് ആക്കണ്ട, ഒരു മീഡിയം അങ്ങനെ ഒരു കണക്കിൽ വേണം ആക്കാനായിട്ട്. പിന്നെ നമുക്ക് തിരിച്ചിടാം. ഏകദേശം ഇത് ആയി ഉണ്ടാവും. ഏകദേശം ഇത് കറക്റ്റാണ്. ഇത്രയും ആവണ്ടു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മൊരിക്കരുത് കേട്ടോ. പിന്നെ മൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മഞ്ഞളും ഇല്ല, ആ തേങ്ങാപ്പാലും ആ ഗ്രേവിയൊന്നും ഉള്ളിൽ കയറില്ല. നമുക്കിത് ആദ്യം ഒന്ന് കുറച്ച് നേരം കൂടി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനപ്പോൾ ആ എണ്ണയൊന്ന് വാർന്ന് കിട്ടാനായിട്ട് ഒന്ന് സൈഡിലേക്ക് വയ്ക്കുകയാണ് ഇതിനെ. എന്നിട്ട് നമുക്ക് ഇതേ എണ്ണയിൽ ബാക്കി പണി തുടങ്ങാം. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മത്സ്യമൊക്കെ വറുത്തെടുത്തു. നമുക്ക് അതേ എണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ അതിലേക്ക് 2 കഷ്ണം പട്ട, 3 ഏലക്കായ, ഒരു 6 ഗ്രാമ്പൂ. ഇതൊന്ന് പൊട്ടി തുടങ്ങിയതിന് ശേഷം തീ ഒന്ന് കുറച്ചിട്ട് നമുക്കിതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ഇടാം. എന്നിട്ട് ഞാനൊരു വലിയ ഉള്ളി എടുത്തിരിക്കുന്നത് അരിഞ്ഞത്. അപ്പം 2 കപ്പോളം ഉണ്ടത്. അതും ഒരു 4 പച്ചമുളകും നടുവേ ചീന്തിയതാണ്. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, അത് 2 ടേബിൾ സ്പൂൺ വീതം. ഇത്രയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതിനെ മൂടി വയ്ക്കാം. നിങ്ങൾക്കിത് കൂടുതൽ എണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ആ മിനിമം എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് കുറച്ച് എണ്ണയായ കാരണം തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഒരു 3-4 മിനിറ്റായി.
ഉള്ളി ഒരുവിധം വാടിയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണവും ഒക്കെ പോയി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മത്സ്യത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടാവണം. 1 ടീസ്പൂൺ അതിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ 1 ടീസ്പൂണും കൂടി ഇടുകയാണ് കുരുമുളക് പൊടിയും. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും. ചിലർ ഇതിൽ മല്ലിപ്പൊടി ഇടും, ഞാൻ ഇടാറില്ല കേട്ടോ. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊക്കെ ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്, ചെറുത് ടു മീഡിയം, അതിൽ കൂട്ടണ്ട കാരണം ഇത് കരിഞ്ഞു പോവും. മസാല ഒരു 2 മിനിറ്റ് വാടി. അതിന് ശേഷം ഞാനൊരു തക്കാളി വട്ടത്തിലരിഞ്ഞത്, തക്കാളി ഒരു പേരിന് മതി. ഈ ഒരു അളവ് മത്സ്യത്തിന് ഒന്ന് കൂടുതൽ തക്കാളി ഇട്ടാൽ പിന്നെ അതാകെ പുളിയായിപ്പോവും. ഇത്ര മതി. 1 കപ്പ്, എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് അത്ര അറിഞ്ഞൂടെ, ഒരു മീഡിയം സൈസ് തക്കാളി എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ ചെറിയ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വാടാനായിട്ട് വെയിറ്റ് ചെയ്യാം. വല്ലാണ്ട് വാടേണ്ട ഒരു വിധം. ഇപ്പോൾ തക്കാളി വാടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2-ാം പാലാണ് ഒഴിക്കേണ്ടത്. അപ്പം ഞാനിവിടെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ തേങ്ങാപ്പാൽ ക്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊരു 2-ാം പാൽ കിട്ടാനായിട്ട് 1/4 കപ്പ് ക്യാൻ്റെ തേങ്ങാപ്പാലും ബാക്കി 1/4 വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം ഏകദേശം കറക്റ്റായിട്ട് നമുക്കൊരു 2-ാം പാൽ കിട്ടും. നിങ്ങൾ തേങ്ങ പിഴിഞ്ഞിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഒരു അരമുറി തേങ്ങയുടെ 1-ാം പാൽ എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള 2-ാം പാൽ എടുത്താൽ മതിയാവും. 2 കപ്പ് എന്നുള്ളൊരു കണക്കിലാണ് ഞാൻ ഒഴിച്ചത്. എന്നാലേ ആ മത്സ്യത്തിന് അവിടെ കിടക്കാനും കുറച്ച് ഗ്രേവിയൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അതായത് 1/2 കപ്പ് തേങ്ങാപ്പാലും അതിന് കണക്കായിട്ടുള്ള വെള്ളവും 1/2 കപ്പ് വെള്ളവും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളിയിലിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ മത്സ്യത്തിൽ പെരക്കുമ്പോൾ ഇട്ടുണ്ടായിരുന്ന ഉപ്പുണ്ട്. ഇതിലൊരു 1/2 ടീസ്പൂണും കൂടി ഇടാം, കാരണം മത്സ്യം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇട്ട് ഇളക്കാൻ പറ്റില്ല. ബാക്കി നമുക്കിനി നോക്കിയിട്ട് വേണച്ചാൽ ഇടാം കേട്ടോ. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മത്സ്യ കഷ്ണങ്ങളെ വളരെ ജെൻറ്റിലായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് മുങ്ങിക്കിടക്കണം. തീ ചെറുതാക്കാം, കാരണം ആ തേങ്ങാപ്പാലിൻ്റെ ഇതൊക്കെ ഇതിലേക്ക് കയറി ആ സത്തൊക്കെ അതിലേക്ക് കയറണം. അപ്പം നമ്മൾ ഹൈയിൽ വെച്ചാൽ വെള്ളമൊക്കെ വെറുതെ വറ്റിപ്പോവും. വറക്കുമ്പോൾ ഈ പാത്രത്തിൽ കൊണ്ടില്ല, പക്ഷേ ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ മേലെയൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെക്കാമല്ലോ. ഞാനിത് തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റിലധികമായി. ഇനി നമുക്കിതിൽ ഒരു 1/2 കപ്പ് കൂടി തേങ്ങാപ്പാൽ, ഇത് നമ്മുടെ 1-ാം പാലാണ് കേട്ടോ. 1-ാം പാൽ ഇതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അരമുറി തേങ്ങയ്ക്ക് കണക്കായിട്ട് ഉള്ള തേങ്ങാപ്പാൽ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൂടുതൽ വെള്ളം ഒഴിക്കണോ വേണ്ടിയോ എന്നൊക്കെ നിങ്ങൾക്ക് മത്സ്യകഷ്ണം ഇട്ട് കഴിയുമ്പോൾ ഏകദേശം അറിയാമല്ലോ. അതൊന്ന് മൂടിക്കിടക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഈ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കണ്ട. ഞാനിതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇതിട്ട് ഒരു 5 മിനിറ്റ് ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊന്നൊക്കെ അതിൽ ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫിഷ് മോളി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.